ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയായി അപരന്മാർ. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അപരനായി മത്സരിക്കുന്നത് CPM പാറത്തോട് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. പരാജയ ഭീതി കാരണമാണ് തനിക്കെതിരെ അപരനെ നിർത്തിയതെന്ന് ഫ്രാൻസിസ് ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് നമ്മളോടൊപ്പം ചേരുകയാണ്. പത്രിക സമർപ്പണം ഇന്നലെ പൂർത്തിയായതോടുകൂടി രണ്ട് അപരന്മാർ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജും ഫ്രാൻസിസ് ജോർജും. എന്താണ് സംബന്ധിച്ചത്? കാരണം അപരന്മാരെ ഇറക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് അപരന്മാരെ ഇറക്കിയിരിക്കുന്നത് പരാജയഭീതി മൂലമാണ്. യാതൊരു സംശയ കാര്യത്തിലില്ല. ഒരു കാരണവശാലും വിജയിക്കില്ല എന്നുള്ള ഒരു ഭയം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരുപക്ഷെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ള എന്നാലൊരു പരീക്ഷണം നടത്തിക്കളയാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെയുള്ള പരിപാടി നടത്തുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ തെറ്റായിട്ടുള്ള കഴിഞ്ഞ 7.5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ജനാധിപത്യ വിരുദ്ധ നടപടിയായി ഞങ്ങളിതിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇവർക്ക് പെട്ടെന്നൊരാശയം ഉണ്ടായി നിൽക്കുന്നതല്ലല്ലോ. ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ തപ്പി നടന്ന് അന്വേഷിച്ച് നടന്ന് ആളെ കണ്ടെത്തി നടത്തുന്ന പ്രവർത്തനമാണ്. അവർക്കെതിരെ കർശനമായ നടപടി എടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം. ഫ്രാൻസിസ് ജോർജാണ് തന്റെ അപരനെ കുറിച്ച് സംസാരിക്കുന്നത്. TP പ്രശാന്തിനോട്. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥി K സുധാകരന് 2ഉം MV ജയരാജന് 3ഉം അപരന്മാരുണ്ട്. വടകരയിൽ KK ശൈലജയ്ക്ക് അതേ പേരിൽ തന്നെയാണ് അപരൻ. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് 2 അപരന്മാരുണ്ട്. എറണാകുളം, ചാലക്കുടി, കോഴിക്കോട് മണ്ഡലങ്ങളിൽ അപരന്മാരില്ല. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുകയാണ്. ആദ്യം പ്രശാന്ത് ഒട്ടുങ്കൽ, ഒപ്പം തന്നെ സാനിയോ മനോമി അടക്കമുള്ള റിപ്പോർട്ടർമാർ നമ്മളോടൊപ്പം ഉണ്ട്. മുബഷീർ P അക്ബറും. അപരന്മാർ കുറച്ച് കാലമായി ഇല്ലാതെ പോവുകയായിരുന്നു. ഒരു സമവായം ഉണ്ടായിരുന്നു മുന്നണികൾ തമ്മിൽ, അപരന്മാർ വേണ്ടതില്ല എന്നുള്ളത്. പക്ഷേ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതോടുകൂടി മാത്രമേ ഉണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് വ്യക്തമാവുകയുള്ളൂ. കോട്ടയത്തെ സ്ഥിതി എന്താണ് പ്രശാന്ത്? കോട്ടയത്ത് നിലവിൽ ഫ്രാൻസിസ് ജോർജിനെതിരെ 2 ഫ്രാൻസിസ് ജോർജുമാർ പത്രിക നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ഫ്രാൻസിസ് ജോർജ് എന്ന പേരിൽ കൂവപ്പള്ളി സ്വദേശിയും CPMന്റെ പാറത്തോട് ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഫ്രാൻസിസ് ജോർജാണ്. അദ്ദേഹമാണ് ഒരാൾ. മറ്റൊന്ന് ഫ്രാൻസിസ് ജോർജ് എന്ന പേരിലാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അറിവ്. ഇങ്ങനെ 2 ഫ്രാൻസിസ് ജോർജുമാരാണ് പ്രധാനമായും UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജിനെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും 2 പാർട്ടികളുടെ പ്രതിനിധികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി ജനാധിപത്യ വിരുദ്ധമെന്നാണ്. CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണെങ്കിൽ ഒരു പാർട്ടി അംഗം എങ്ങനെ മത്സരിക്കും CPMന്റെ അറിവില്ലാതെ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അക്കാര്യത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന അടക്കമുള്ള തീയതികളിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. സാനിയോ നോക്കൂ, സാനിയോ മനോമി, നമുക്ക് അറിയാനുള്ള ഒരു കാര്യം വടകരയിലെയും കോഴിക്കോടെയും കാര്യമാണ്. വടകരയിൽ എത്ര അപരന്മാരുണ്ട്? വടകരയിൽ KK ശൈലജയ്ക്ക് 3 അപരന്മാരാണുള്ളത്. അതിൽ ഒരു പേര് KK ശൈലജ എന്ന് തന്നെയാണ്, മറ്റൊരു പേര് K ശൈലജ, മറ്റൊന്ന് P ശൈലജ. ഇങ്ങനെ 3 അപരന്മാരാണ്. അതുപോലെ ഷാഫി പറമ്പിലിനും അപരന്മാരുണ്ട്. P ഷാഫി, TN ഷാഫി, ഇങ്ങനെയാണ് 2 അപരന്മാരുള്ളത്. ഏതായാലും ഇതുകൊണ്ട് KK ശൈലജ എന്ന പേരിൽ തന്നെ അപര വരുമ്പോൾ പ്രധാനമായും LDF ചെയ്യേണ്ടി വരുന്നത് ചിഹ്നത്തിന് തന്നെ വോട്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യം തന്നെയായിരിക്കും. അത് ഉറപ്പിക്കാനുള്ള പെടാപ്പാടിലായിരിക്കും ഇപ്പോൾ LDF ഉണ്ടാവുക. കാരണം 2 KK ശൈലജമാർ വരുമ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ പറയും. മറ്റൊന്ന് കണ്ണൂരിലും ഉള്ള അപരന്മാരെ കുറിച്ചാണ്. അതായത് സുധാകരന് 2 അപരന്മാരാണുള്ളത്. അഞ്ചരക്കണ്ടി സ്വദേശി K സുധാകരൻ അതേ പേരിൽ തന്നെയാണ് വരുന്നത്. നിർമ്മലഗിരി മല്ലന്നൂർ സ്വദേശിയും K സുധാകരനാണ്. മറ്റൊന്ന് MV ജയരാജന്, LDF സ്ഥാനാർത്ഥിയായ MV ജയരാജന് 3 അപരന്മാരുണ്ട്. പക്ഷേ ഇത് 3ഉം ജില്ലയ്ക്ക് പുറത്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് വാണിയംകുളത്ത് നിന്നുള്ള ജയരാജ്, ഒറ്റപ്പാലത്ത് നിന്നുള്ള ജയരാജ്, തൃശ്ശൂർ വല്ലപ്പാട് നിന്നുള്ള ജയരാജ്, ഇങ്ങനെ 3 ജയരാജന്മാരാണ് LDF സ്ഥാനാർത്ഥി ജയരാജന് എതിരെ മത്സരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി C രഘുനാഥിന് അവിടെ അപരന്മാരില്ല എന്നത് അവർക്ക് ആശ്വാസമേകുന്നുണ്ട്. കോഴിക്കോട് LDF സ്ഥാനാർത്ഥിക്ക് അപരന്മാരുണ്ട്. എളമരം കരീമിന് 3 അപരന്മാരാണ്. 3 അബ്ദുൾ കരീമുമാരാണ് എളമരം കരീമിനെതിരെ മത്സരിക്കുന്നത്. അതുപോലെ MK രാഘവനെതിരെയും അപരന്മാരുണ്ട്. T രാഘവൻ, P രാഘവൻ, N രാഘവൻ എന്നിങ്ങനെയാണ് MK രാഘവനെതിരെ മത്സരിക്കുന്ന അപരന്മാർ. ഏതായാലും അതേ പേരിൽ വരുന്ന അപരന്മാരാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾക്കടക്കം വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് വിവരങ്ങൾ നൽകുന്നത്. മുബഷീർ P അക്ബർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. നികേഷ് കുമാർ, മറ്റുള്ള മണ്ഡലങ്ങളിലെ സമാനമായ രീതിയിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും KS ഹംസയ്ക്കെതിരെയും അബ്ദുൾ സമദ് സമദാനിക്കെതിരെയും അപരന്മാരുണ്ട് എന്നുള്ളതാണ്. ഹംസയ്ക്കെതിരെ 2 അപരന്മാരെയാണ് ഇപ്പോൾ നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. പൊന്നാനിയിൽ ഇത്തരത്തിൽ ഹംസ കടവണ്ടിയും അതുപോലെ തന്നെ മറ്റൊരു ഹംസയുമാണ് അപരന്മാരായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും
എതിർപക്ഷത്തിന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരമുള്ള ഒരു നീക്കം ഇതെന്ന ആരോപണമാണ് KS ഹംസ ഇതിനെതിരെ ഉന്നയിക്കുന്നത്. MP അബ്ദുസ്സമദ് സർദാരിക്ക് അപരനായി മറ്റൊരു അബ്ദുസ്സമദും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറുവാദം ഇവിടെ UDF ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഹംസയ്ക്കെതിരെയാണ് നിലവിൽ 2 അപരന്മാർ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അപരന്മാരുടെ വെല്ലുവിളി മറികടക്കാൻ സാധിക്കുന്ന ഒരു പ്രതീക്ഷയാണ് ഹംസ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഇനിയും ആ രീതിയിൽ അപരന്മാരുടെ വെല്ലുവിളി മറികടക്കാൻ പാകത്തിലുള്ള പ്രചാരണ പരിപാടികളും മണ്ഡലത്തിൽ സജീവമാക്കുമെന്നും സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കുന്നുണ്ട്. നികേഷ് കുമാർ. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്. അപരന്മാർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരികയാണ്. പലയിടങ്ങളിലും അപരന്മാർ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥി K സുധാകരന് 2ഉം MV ജയരാജന് 3ഉം അപരന്മാരുണ്ട്. വടകരയിൽ KK ശൈലജയ്ക്ക് അതേ പേരിൽ തന്നെയാണ് അപരൻ. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് 2 അപരന്മാരുണ്ട്. എറണാകുളം, ചാലക്കുടി, കോഴിക്കോട് മണ്ഡലങ്ങളിൽ അപരന്മാരില്ല. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുകയാണ്.